ഇന്ന് നമ്മൾ നല്ല സൂപ്പർ കറി നാരങ്ങയുടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ ജുബീസ് ഫ്യൂഷനിലേക്ക് വീണ്ടും സ്വാഗതം. കറി നാരങ്ങയുടെ കയ്പ്പ് രസം വരാതിരിക്കാൻ നമ്മൾ ഒരു 5 മിനിറ്റ് കറി നാരങ്ങ മൊത്തത്തോടു കൂടി വെള്ളത്തിൽ തിളപ്പിക്കാൻ വെക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് തണുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇത് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുക. ഒരു രാത്രി വെച്ചതിന് ശേഷം ഇത് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഈ അച്ചാറുണ്ടാക്കാൻ നമ്മളിപ്പോൾ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ പൊടി, കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചാലിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. നമ്മൾ അച്ചാർ ഏത് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എത്ര കൂടുതലിടുന്നോ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴുന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ ചാലിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴുന്നതിന് ശേഷം നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് കണ്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ അച്ചാർ 2 ആഴ്ച വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ ഇത് നിൽക്കുന്നതാണ്. ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആ മസാല ഒന്ന് നാരങ്ങയിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളകി മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്ന. നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ അച്ചാറാണ്. ഇച്ചിരി പോലും കയ്പില്ല ഈ അച്ചാറിന്. എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.